ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ നല്ലൊരു രീതിയിൽ ഒരു എഫക്റ്റ് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയിൽ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫയൽ ഓപ്പൺ എന്ന ഇതിൽ പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. ഫയൽ ന്യൂ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിനെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഫയലുകൾ എടുക്കുക. ഇതിന് ഒരു മുളകിൻ്റെ ഫോട്ടോയും പിന്നെ ഒരു സിഗരറ്റിൻ്റെ പുക വരുന്നൊരു ഫോട്ടോയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് വലിപ്പത്തിൽ വെക്കാം. Ctrl T ഞെക്കിയിട്ട് അതിനുശേഷം നമുക്ക് മാജിക് വാണ്ട് ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്യാം. ലെയറിൽ റാറ്റ് റേസ് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിൻ്റെ സൈഡിലെ ബാക്ക്ഗ്രൗണ്ട് കളയുക. അതിനുശേഷം നമ്മൾ സ്മോക്കിങ്ങിൻ്റെ ചിത്രം എടുക്കുക. ഇതിനകത്ത് നമ്മൾ സ്മോക്ക് ചിത്രം ഒന്ന് റാറ്റ് റേസ് ലെയർ മാറ്റുക. അതിനുശേഷം നമ്മളതിൻ്റെ സിഗരറ്റിൻ്റെ ഫസ്റ്റ് മറ്റേ പുക വന്നതിൻ്റെ ആ ഭാഗം മാത്രം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് സൂം ചെയ്യുക. അതിനുശേഷം നമ്മൾ പെൻ ടൂൾ ഉപയോഗിക്കുക, P യൂസ് ചെയ്യുക. പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ബ്ലാക്ക് ഷെയ്ഡ് വരാതെ മാക്സിമം നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ ആ സൈഡിൽ കൂടെ എഡ്ജ് പോവാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നല്ല സൂക്ഷിച്ച് അതിൻ്റെ ആകൃതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് മിസ്സാവരുതെന്ന് പറയണേ. ഫോട്ടോഷോപ്പ് പഠിക്കുവാനും ഫോട്ടോഷോപ്പിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കൂടെ എഡ്ജ് പോകാതെ കട്ട് ചെയ്തതിന് ശേഷം മെയ്റ്റ് സെലക്ഷൻ കൊടുക്കുക. 1.5 ഫെദർ കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തെടുക്കുക, ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം Ctrl V ഞെക്കി പേസ്റ്റ് ചെയ്യുക. മൂവ് ടൂൾ ഉപയോഗിച്ച് Ctrl T ഞെക്കുക. മൂവ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഇത് കുറച്ചും കൂടി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് ചെരിക്കണം നമുക്കപ്പോൾ. കുറച്ചും കൂടി സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഓക്കെയാണെന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ Ctrl T ഞെക്കുക. T ഞെക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് അത് കുറച്ച് ഷേപ്പ് കട്ടാകാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ ഇറേസർ ടൂൾ യൂസ് ചെയ്ത് കുറച്ച് ഭാഗം ഇറേസ് ചെയ്യുക. ഇറേസറിൻ്റെ ഓപ്പോസിറ്റി സൈസ് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ടൂളിൻ്റെ ആ ലെയറിൻ്റെ വേറൊരു കോപ്പിയും കൂടി എടുക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളത് ഒന്നുകൂടി കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ Ctrl Enter അടിക്കുന്നു. എൻ്റർ അടിച്ചതിന് ശേഷം ഇറേസർ ഒന്നുകൂടി നമ്മൾ യൂസ് ചെയ്യുന്നു. കഴിഞ്ഞിട്ട് ആ റെഡ് മുളകിൻ്റെ ആ റെഡ് ഭാഗം ഇറേസ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ മൂവ് ടൂൾ ഉപയോഗിക്കുന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് നമ്മളൊന്നുകൂടി കറക്റ്റായിട്ട് സ്മൂത്താക്കി വെക്കുന്നു. ഞാനൊന്നുകൂടി പറയുന്നു, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, അഡോബ് പ്രീമിയർ, ആഫ്റ്റർ എഫക്ട്സ് എന്നീ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതിനുശേഷം മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് എടുക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളത് സെലക്ട് ചെയ്യുക, Ctrl E, അതായത് മെർജ് ചെയ്യുക. മാക്സിമം മെർജ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലെയർ ഇടുക. അതിനുശേഷം നമ്മൾ ആ ലെയറിന് നമ്മളൊരു കളർ കൊടുക്കുക. ഒരു ഡാർക്ക് ഗ്രേ ആ കളറാണ്. കാരണം നമുക്കൊരു ഷെയ്ഡ് പോലെ വരണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് മുളകുകൾ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ.
ഇറേസ് ചെയ്യുക. അതിൻ്റെ ഇതൊന്ന് കൂട്ടി കൊടുക്കുക. അല്ല, പുതിയ ലെയർ ഇടുക, Ctrl+Shift തന്നെ. അതിനുശേഷം ലെയറിനകത്ത് ഈ പെയിൻറ്റ് കൊടുക്കുക. പെയിൻ്റ് അടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക, ലെയർ മാറിപ്പോകാതെ നോക്കുക മാക്സിമം. അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ഇറേസർ ടൂൾ എടുത്ത് കുറച്ച് ഇറേസ് ചെയ്ത് കളയുക. കാരണം താഴെയാണ് ഷെയ്ഡ് വരുന്നത്, അതുകൊണ്ട് മാക്സിമം ഇറേസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, സപ്പോർട്ട്. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.